പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒക്ടോബർ മാസം 2-ാം തീയതി, നാളെ ആദ്യ വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഒക്ടോബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ബലി അർപ്പിക്കണമെന്ന് അറിയാം. എന്നാലും ആദ്യ വെള്ളിയാഴ്ച കുറേ കൂടി ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കാനും ഒരുക്കത്തോടെ ബലിയർപ്പിക്കാനും സഭാമാതാവ് നമ്മെ പ്രത്യേകമായി ക്ഷണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പിന്നെ ജപമാല ഇപ്പോൾ 2-ാമത്തെ ദിവസമായില്ല. ഇന്നലെ എങ്ങനെയാണ് നമ്മളൊരു 4 ജപമാലയ്ക്ക് ചെല്ലാൻ പറ്റിയിട്ട് വീഴ്ച വന്നുണ്ടെങ്കിൽ ഇന്ന് അത് പരിഹാരം ചെയ്ത് ഇന്നത് പ്രാർത്ഥിക്കണം കേട്ടോ. അതൊക്കെ കുഞ്ഞു കാര്യങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ. പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയ കൃപയാക്കിയിട്ട് കർത്താവ് രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജോഷുവയുടെ പ്രവചനം 1:5. അവിടെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്നതുപോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മോശയുടെ പോലെ തന്നെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. നമ്മൾ പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരാലും തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആർക്കും എന്നെ വിലയില്ല, വീട്ടിൽ എന്നെ വിലയില്ല, സമൂഹത്തിൽ വിലയില്ല, ഇടവകയിൽ വിലയില്ല, ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു അല്ലെ. അങ്ങനെയുള്ള ചിന്തകളാണ് ശരിക്ക് ഈ കാലഘട്ടത്ത് അനേകം ദൈവമക്കളെ ഭരിക്കുന്നത്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, യേശുവിനോട് ചേർന്ന് നാം നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഈ വചനമൊക്കെ, അതായത് യേശുവിൽ ജീവിക്കുന്നവർക്കാണ് ഈ വചനങ്ങളുടെ അർത്ഥം കുറേ കൂടി വ്യക്തമായിട്ട് മനസ്സിലായി. നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണതാണ്, ഞാൻ മോശയോട് കൂടെ എന്നതുപോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. ഇത് ജോഷുവയോട് മാത്രം പറയുന്ന വചനമല്ല സഹോദരങ്ങളെ. വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഓരോ വചനങ്ങളും അത് ഓരോ കാലഘട്ടത്തിൽ വായിക്കുന്ന നൂറ്റാണ്ടുകൾക്കപ്പുറം ഇനി ഒരു കുറേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഒരു വ്യക്തി അത് വായിക്കുകയാണെങ്കിലും ആ വ്യക്തി ഇന്ന് ഭൂമിയിലില്ല, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വരുന്ന വ്യക്തിയാണ് അല്ലേ. ആ വ്യക്തി ബൈബിൾ വായിച്ച് ഈ വചനം വിശ്വസിക്കുമ്പോൾ അവൻ ഈ വചനത്തിന് അഭിഷേകം അവനിൽ നിറയും. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. ജെറോം പുണ്യവാളൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാലോ അല്ലേ. അതായത് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത് ഒരു പെന്തക്കോസ്ത സഹോദരനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയായിരുന്നു, നിങ്ങളുടെ തന്നെ ഒരു വിശുദ്ധനല്ലേ വിശുദ്ധ ജെറോം. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. നിങ്ങളുടെ ഈ ദേവാലയത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ എടുക്കുക, നിങ്ങളുടെ പ്രധാനപ്പെട്ട കമ്മിറ്റിക്കാർ, എത്ര പേർക്ക് ഒരു 10 വചനം പറയാൻ പറ്റും? ഞാൻ എൻ്റെ സഹോദരങ്ങൾ ആ പെന്തക്കോസ്തക്കാരൻ്റെ മുമ്പിൽ ഞാൻ തല താഴ്ത്തി. കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, നമ്മളുടെ കമ്മിറ്റികളും അല്ലെങ്കിൽ അങ്ങനെ ഏത് കമ്മിറ്റിയാണെങ്കിലും അതൊരു 10 വചനം അറിയുന്നവരോട് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല അമ്മച്ചിമാർക്ക് അറിയാമെങ്കിൽ അറിയുമായിരിക്കും. അല്ലെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ശരിക്കും ഈ ദൈവവചനത്തെക്കുറിച്ചിട്ടുള്ളൊരു ബോധ്യം നമുക്ക് ഭയങ്കരമായ വിധത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് മാത്രമല്ല, അതൊക്കെ ഈ ബൈബിളൊക്കെ കൊണ്ടുവരുന്നത് തന്നെ 2ാം കിട പൗരന്മാരായിട്ടാണ് നമ്മൾ ചിലപ്പോഴെങ്കിലും കാണുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, അതുകൊണ്ടാണ് നമുക്ക് ഈ വചനമൊന്നും നമുക്ക് മനസ്സിലാകാതെ പോകുന്നതിൻ്റെ കാരണം ദൈവവചനത്തെ നമ്മൾ മാറ്റി നിർത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് നോക്കി വചനത്തെ മുറുകെ പിടിക്കുക. എന്താ സംഭവം? നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ മോശയോട് കൂടെ എന്നതുപോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവമേ, ഈ വചനത്തിൻ്റെ വാഗ്ദാനം ഞങ്ങൾ കത്തിപ്പെടട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.